ചേച്ചി എന്താ എന്തോ മന്ത്രം ജപിക്കുന്ന പോലെ വായുവില് കയ്യൊക്കെ ഇട്ട് കറക്കുന്നുണ്ടല്ലോ. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. അത് എത്രത്തോളം നല്ലതാണെന്ന് മനസ്സിലാകാഞ്ഞിട്ടുള്ള ടെൻഷനാ എനിക്ക്. ചേച്ചിയെ പോലൊരു സീനിയർ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ വെറുതെ ആലോചിച്ച് ടെൻഷൻ ആവുന്നേ? ചേച്ചിയോടത് ഷെയർ ചെയ്യേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരും. എന്നാ ഞാൻ പറയുന്നേക്ക്. ആവനി വികാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ജാതകം നോക്കി നല്ലൊരു മുഹൂർത്തം തീരുമാനിക്കായിരുന്നു. അതെ വേദ. എങ്ങനെയുണ്ട് ചേച്ചി ഈ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാവ്യ, നീ എന്ത് പറയുന്നു? അതെ, തെറ്റൊന്നുമില്ല. എന്നാ ഇനി ഒട്ടും വൈകിപ്പിക്കണ്ട ചേച്ചി, രണ്ടിലൊന്ന് ഇന്നറിയണം. വന്നേ. അല്ല, ഏട്ടന് കോഫി എന്തെങ്കിലും വേണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട. അമ്മേ. എന്താ മോളെ? അമ്മയോടൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. പറ മോളെ. നീയൊന്ന് തുടങ്ങ് ലാവണ്യ. അമ്മ എന്ന നിലയില് ചേച്ചിയുടെ പ്രശ്നം ചേച്ചി പറയുന്നതാ നല്ലത്. ഇത്ര ദൂരം വന്നിട്ട് ഇനി മടി കാണിക്കുന്ന എന്തിനാ ചേച്ചി? ധൈര്യം സംഭരിച്ച് പറയേ. അമ്മേ, നേരിട്ട് തന്നെ അങ്ങ് പറയാം. കാവ്യയുടെ കല്യാണം നടത്താനുള്ള ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ? ആ ബാധ്യത അച്ഛനമ്മമാരായ നിങ്ങളെക്കാളും കൂടുതല് ഞങ്ങൾക്കുള്ളതുകൊണ്ടല്ലേ ഇതിനു മുമ്പ് ഒരു പെണ്ണുകാണല് നടത്തിയത്. അന്ന് കാവ്യ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് കാവ്യ ഒരു ശുഭവാർത്ത പറഞ്ഞേനെ. പാസ്റ്റ് ഈസ് പാസ്റ്റ് അച്ഛാ. അവനിയുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്ന അത്ര പോലും നിങ്ങൾ കാവ്യയുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല. ശ്രീകരണിയോ കിട്ടിയില്ല. കുറഞ്ഞത് വികാസമായിട്ടെങ്കിലും ഇവളുടെ കല്യാണം നടത്തിത്താമേ. വികാസമായിട്ടോ? നിഹാരികയെ മരുമകളാക്കാൻ പോവല്ലേ. കാവ്യയുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യും? എന്തായാലും വീട്ടിലുള്ളവരുടെ കാര്യവും കൂടി നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാവ്യയുടെയും വികാസിന്റെയും കല്യാണം നടത്തണം. പക്ഷേ വികാസിന്റെ കല്യാണം ആവനിയായിട്ട് ഉറപ്പിച്ചേക്കല്ലേ മോളെ? വികാസിനെ കല്യാണം കഴിക്കാൻ ആവനി 1% ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ? വികാസിന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോവാൻ 1 മണിക്കൂർ അവൾ ആലോചിച്ചത്. എല്ലാവർക്കും അവളുടെ പിറകെ നടക്കേണ്ടി വന്നു. വികാസ് നല്ലവനാ, പൈസയുള്ളവനുമാ. കാവ്യയുടെ ലൈഫും നല്ലതുപോലെ ഒന്ന് സെറ്റിൽ ആവില്ലേ അമ്മേ? വികാസിന്റെ കല്യാണം നമ്മളായിട്ട് കൊണ്ടുവന്നതല്ലല്ലോ വസന്ത. നിഹാരികയല്ലേ കൊണ്ടുവന്ന്. വികാസിനെ കുറിച്ച് പറഞ്ഞ ദിവസം എല്ലാവരും നിഹാരികയെ പ്രശംസിച്ചതല്ലേ. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്താ? എന്നാ നിഹാരികയെ വിളിച്ച് സംസാരിക്കാം. നിഹാരിക, നിഹാരിക. നിഹാരിക, ഒന്ന് വേഗം വാ. എന്തിനാ അമ്മയെ വിളിച്ചത്? അമ്മമ്മയ്ക്കും മുത്തശ്ശനും നിന്നോട് എന്താ സംസാരിക്കണമെന്ന്. എന്താ അമ്മേ? ഞങ്ങൾ എന്ത് സംസാരിക്കാനാ? ആ ചിന്ത വന്നത് നിങ്ങൾക്കല്ലേ. നിങ്ങൾ തന്നെ പറഞ്ഞു. അതൊന്നുമില്ല നിഹാരിക. വികാസിന് ആവനിയെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചതല്ലേ? അതെ. അതിന് പക്ഷേ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അതെന്താ? കാവ്യയായിട്ട് ആ കല്യാണം നടത്തണമെന്ന് ഒരു ചെറിയ പ്രപ്പോസൽ. വാട്ട്? വികാസ് നല്ല മനസ്സുള്ളവനാ. എന്റെ മകള് ശ്രീകറിനെ എന്തായാലും നിനക്ക് വിട്ടു തന്നതുകൊണ്ട് നീ വികാസിന്റെയും കാവ്യയുടെയും കല്യാണം ഉറപ്പിച്ച കാവ്യക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ. ആവനിക്ക് വേറെ ആലോചന നോക്കാം. പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം എന്താ? എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനൊരു ചിന്ത വന്നേ? ഇതിലിപ്പോ എന്ത് തെറ്റാ ഉള്ളത് നിഹാരിക? ആവനിക്ക് എന്തായാലും വികാസിനെ ഒട്ടും ഇഷ്ടമല്ല. വികാസ് എനിക്ക് ഓക്കെയാ. അതമ്മേ, ഇവർക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ചേഞ്ച് വന്നത് എനിക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നില്ല. കുറച്ചു നേരം അമ്മ ഇവിടെ നിൽക്ക്. ഞാൻ ഇവരോടൊന്ന് സംസാരിച്ചിട്ട് വരാം.
നിങ്ങൾ 3 പേര് എന്റെ കൂടെ ഒന്ന് വന്നേ. ഇല്ല ഇല്ല, ഇവിടെ വെച്ച് കാര്യം പറയണം. വസന്ത ചേച്ചി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കൊച്ചുകുട്ടികളെ പോലെ ആവല്ലേ. ഒന്ന് വന്നേ. അയ്യോ, ഒന്ന് വരാം. അവനി, എന്റെ കൺമുന്നിലൂടെ താൻ മറ്റൊരുത്തന്റെ കൂടെ പോകുമ്പോ എനിക്ക് തടയാൻ പറ്റിയില്ല. ഇപ്പൊ എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്ന പോലെ തോന്നുക. ഞങ്ങളെ സംരക്ഷിക്കേണ്ട മാരേജ് സർട്ടിഫിക്കറ്റ് അത് കൃത്യസമയത്ത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. എവിടെ പോയെന്നും അത് ആരെടുത്തു എന്നും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാവ്യയുടെയും വിക്കിയുടെയും കല്യാണം നടത്തണോ? വേണം. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ഇവിടെ അടിമകളെ പോലെയാ കാണുന്നത്. നീയും ഇപ്പൊ അങ്ങനെയായി വരിക. നീ ചെയ്യുന്ന ഒട്ട് ശരിയല്ല. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിങ്ങളെ 3 പേരെ വെടിവെച്ച് കൊല്ലാനാ തോന്നുന്നത്. നിങ്ങൾക്ക് ശരിക്കും ബോധമില്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അരുതാത്ത എന്തെങ്കിലും പറഞ്ഞോ? നിനക്ക് ഞങ്ങൾ ഫുൾ സപ്പോർട്ട് തന്നിട്ട് നീ ഞങ്ങളെ ഒട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ, ഞാൻ ഇനി എത്ര കാലം ഈ വീട്ടിൽ എല്ലാവരുടെയും മുഖം നോക്കിയിരിക്കണം? വികാസിനെ കല്യാണം കഴിച്ച സമാധാനമായിട്ട് ദുബായിലേക്ക് പോവാം. നിഹാരിക, ഇതൊരു റീസണബിൾ ഡിമാൻഡാണ്. നീ വേണം മനസ്സിലാക്കാൻ. ഒന്ന് നിർത്തുവോ? വാഴയില പോലുള്ള കാവ്യയെ മുള്ളു പോലുള്ള വികാസിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച കാവ്യയുടെ ജീവിതം തീരുമാനമാകും. നീ എന്താ ഇങ്ങനെ പറയുന്നത്? വികാസുമായിട്ട് കാവ്യയുടെ കല്യാണം നടന്നു കഴിഞ്ഞാ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വേറൊരു വാർത്ത കേൾക്കേണ്ടി വരും. എന്ത് വാർത്ത? ഭർത്താവിന്റെ ടോർച്ചർ സഹിക്കാൻ കഴിയാതെ നവവധു ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത. പറക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ചിറകറ്റ് വീണൊരു കിളി എന്നൊരു കൂട്ടര്. ദുബായിൽ വെച്ച് മലയാളി പെൺകുട്ടിയുടെ മരണം എന്ന് മറ്റു ചിലര്. ഭാര്യയെ കൊന്ന യമനായി മാറിയ ഭർത്താവെന്ന് മറ്റു ചിലര്. പ്രിന്റഡ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, സോഷ്യൽ മീഡിയ, എല്ലാവരും ഒരാഴ്ചത്തേക്ക് ഇത് ആഘോഷാക്കി മാറ്റും. അത്ര നല്ലൊരാളെ കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്ന നിഹാരിക? അവൻ നല്ലവനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വിക്കി എന്താ വല്ല മതപണ്ഡിതനോ ആണോ? അനാഥാശ്രമങ്ങൾ നടത്തുന്നവനാണോ? പാവങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യുന്നവനാണോ? അവൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ അവന് വെറുതെ നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നേ? ഒരാളുടെ പെരുമാറ്റം കണ്ടാ മനസ്സിലാവില്ലേ? ചോറ് വെന്തിട്ടുണ്ടോ എന്ന് ഒരു വറ്റം ഞെക്കി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇനി നിങ്ങളോട് അവന്റെ തനി സ്വഭാവം പറയാതെ വേറെ വഴിയില്ല. വിക്കി ആട്ടിൻ തോലിട്ട ചെന്നായ. എല്ലാവരും പുറത്ത് കാണുന്ന അത്ര നല്ലവനൊന്നും അല്ലവൻ. പരമ ദുഷ്ടനാവൻ. എന്നെ കല്യാണം കഴിക്കാൻ വന്നിട്ട് അവനെ കണ്ട അവളെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാ എന്നെ ഒഴിവാക്കിയത്. ഇല്ലെങ്കിൽ അവനെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വന്നേനെ. വിക്കിയുടെ പെരുമാറ്റം എങ്ങനെയാണെന്നതിന്റെ ഉദാഹരണമായിട്ട് ഞാൻ കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് തരാം. കണ്ടു നോക്ക്. ഞാൻ നിങ്ങൾക്ക് തന്ന പണത്തിന് പകരമായി എനിക്ക് നിഹാരികയെ തന്നെ വേണം. ദിസ് ഈസ് കോൾഡ് സ്മോക്ക് ബോംബ്. നീ എന്റെ കാര്യം അവിടെ പറയാൻ ഒരു 5 മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ ഞാനിത് ഉപയോഗിച്ചേനെ. വിക്കിയെ കുറിച്ച് ഇനിയും നിങ്ങൾ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാ
തെർമോമീറ്ററിനെ താങ്ങാത്ത ചൂടിലുള്ള പനി പിടിക്കും. ആ വെക്കുണ്ടല്ലോ, സർവഗുണ സമ്പന്നനായ രാമനൊന്നും അല്ല, സകല ദുർഗുണങ്ങളുള്ള രാക്ഷസനാ. നീ പറയുന്നൊക്കെ സത്യമാണോ? ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ മകളെയും ആരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല. അമ്മേ, എനിക്ക് വല്ലാതെ വിയർക്കുന്നുണ്ട്. എന്റെ അമ്മോ, വിക്കി ചില്ലറക്കാരനല്ല, ഓസ്കാർ ആക്ടറാ. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളോട് നേരത്തെ പറഞ്ഞ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ലീക്കായി കഴിഞ്ഞ തുടക്കത്തിൽ തന്നെ വഞ്ചനയെന്ന് പറയുന്നു കരുതി പറഞ്ഞില്ല. അങ്ങനെ ഒരാള് വന്നോ ആവനിയെ നരകം കാണിക്കാന്ന് കരുതി അവരുടെ കല്യാണം നടത്താന്ന് കരുതി ഞാൻ പക്ക പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളില് അവന്റെ കൈകൊണ്ട് ആവനി ചാവുന്നത് കാണാം എല്ലാവർക്കും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ബോണ്ട് എഴുതി തരാം. എന്ത് പറയുന്നു വസന്ത ചേച്ചി? കല്യാണം ഞാൻ സെറ്റ് ചെയ്ത് തരട്ടെ? വേണ്ട മോളെ, വേണ്ട. എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയത്. സാർ അത്ര നല്ലവനല്ലെന്ന് അറിയാഞ്ഞിട്ടാ തിരക്ക് കാണിച്ച്. എന്റെ മോള് കല്യാണം കഴിക്കാതെ വീട്ടിൽ നിന്നാലും കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ഒരു രാക്ഷസന്റെ കൂടെ അവക്ക് ജീവിക്കേണ്ട കാര്യമില്ല. കുറെ നേരമായിട്ട് ഞാനാ സംസാരിക്കുന്നേ, താൻ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. തന്റെ കിളിനാഥം എനിക്ക് കേൾക്കണമെന്നുണ്ട്. ഞങ്ങളുടെ കല്യാണക്കാര്യം പറഞ്ഞ മനസ്സിലാക്കുന്ന ആളാണെന്ന് തോന്നുന്നു. എന്തേലും പറഞ്ഞു നോക്ക്. മനസ്സിലുള്ള ഇമോഷൻസ് പറയണമെങ്കിൽ അതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറും വേണ്ടേ? അതുകൊണ്ടാ കോഫിയുടെയൊക്കെ പോയാലോ എന്ന് ചോദിച്ചേ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പറഞ്ഞോളൂ. എന്നെ ഇഷ്ടമായെന്നും ഞാനുമായിട്ടുള്ള കല്യാണം ഓക്കെ ആണെന്നും പറയും. അത് തന്നെയല്ലേ എന്റെ ഊഹം പോലെ സംഭവിക്കും. അതെന്താന്ന് വെച്ചാ ഞാനും ശ്രീകർ സുജാത, സുജാത, സുജാത ചേച്ചിയുടെ ഭർത്താവാണ്. സുജാത ചേച്ചിയുടെ ഭർത്താവാ? എന്താ എന്റെ അളിയനാന്ന് പറഞ്ഞോളൂ നിനക്ക്. വാട്ട്? അളിയാനോ? അതെ, കാരണം ഈ ആവനി. ഞാൻ പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, സുജാത ചേച്ചിയെ ഞാൻ എന്റെ ചേച്ചിയെ പോലെ കാണുന്നത്. അങ്ങനെയാ ഇദ്ദേഹം അളിയനാവുന്നത്. പറ്റുന്ന അത്രയും കാലം നീ ഇങ്ങനെ പിടിച്ചു നിന്നോ? എന്നാ നമുക്ക് ഇവിടുന്ന് പോവാൻ നോക്കാം. വരൂ. സുജാത ചേച്ചി എത്തിയില്ലല്ലോ. നമുക്കവരെ പിന്നീട് വന്ന് കാണാം. എന്നോടെന്തോ സംസാരിക്കാൻ തുടങ്ങിയിരുന്നല്ലോ. അത് വേറൊന്നുമില്ല, ജനറലായിട്ട് വെറുതെ. അതാണോ? ഞാൻ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു. എന്നാ നമുക്ക് പോവാം. കുറച്ചേരം നിന്നിട്ട് പോവാം. എനിക്കത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല. നമുക്ക് പോവാം. റെസ്റ്റോറന്റിലേക്ക് പോയാലോ? വേണ്ട, വീട്ടിലേക്ക് തിരിച്ചു പോ. ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഇവനാരാ അവനി? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ വീട്ടിലേക്ക് ഇത്ര ധൈര്യത്തോടെ കൊണ്ടുവന്നല്ലോ. ആരാണെന്ന് പറ. പെൺകുട്ടിയല്ലേ, പറയാൻ ചിലപ്പോ നാണം കാണും. നീയൊരാണാണല്ലോ, നാണമില്ലാതെ പറ. അല്ല, നാണം കാണിക്കാതെ പറയാന്ന്. അല്ല, നീ ആരാ ബ്രദർ? ഞാൻ പോകാന്ന് പറഞ്ഞില്ലേ? അവൻ പറയട്ടെ, നീ നിക്കേ. നീ പറ. ഞാൻ ആവണിയെ കെട്ടാൻ പോകുന്ന. അയ്യോ, ഇയാൾക്കിതെന്ത് പറ്റി? ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നല്ലോ. ഇദ്ദേഹം ഇങ്ങനെയാണ്, ഓവറായിട്ട് കുടിച്ച് ബോധമില്ലാതെ വീഴും. ആണോ? ഞാനെന്തോ ഫിറ്റ്സ് വന്നു കരുതിയത്. അങ്ങനൊന്നും അല്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പോവാൻ നോക്കാം. എനിക്കും തിരക്കുണ്ട്, വരും പോവാം.
തന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തരാം, കയറിക്കോ. ഇയാൾക്ക് ഇതെന്ത് പറ്റി? അവനോട് പോയി അവനെയൊക്കെ എപ്പോഴേ പോയതാ? പോയി കാണുമല്ലേ? അല്ല, നിങ്ങൾക്കിത് എന്താ പറ്റിയ? ഫിക്സ് വന്ന ആളെ പോലെ കിടക്കുന്നേ. ഒരുപാട് കുടിച്ചോ നിങ്ങള്? ഞാൻ കള്ള് കുടിച്ചിട്ടില്ല മോളെ. പിന്നെ എന്താ പറ്റിയത്? ആ വന്നവൻ എന്താ പറഞ്ഞെന്നറിയാവോ? അവനെ കല്യാണം കഴിക്കാൻ പോകുന്നവനാന്നാ പറഞ്ഞേ. അന്ന് ഫംഗ്ഷനിൽ വെച്ച് ഒരുത്തനെ കണ്ടു, ഇപ്പതേ വേറൊരുത്തനെ കണ്ടു. നാളെ വേറെ ആരെങ്കിലും കാണുമോ? വെറുതെ ഓരോന്ന് വിളിച്ച് പറയല്ലേ. എനിക്ക് ഷോക്കിന് പുറത്ത് ഷോക്ക് അടിച്ചോണ്ടിരിക്കുക. ചിലപ്പോ ഭ്രാന്ത് പിടിക്കും എനിക്ക്. നീ ഇവിടെ അവന് നിന്റെ അനിയത്തിയില്ലാന്ന മട്ടില് നിന്റെ അമ്മാവനുമായിട്ട് വല്ലാതെ അങ്ങ് അടുത്തു പോയല്ലോ. തൽക്കാലം ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ ഒരു 90 അടിച്ചേ പറ്റൂ. അവന്റെ കൂടെ എന്ത് സംസാരിക്കാനായിരിക്കും വന്നത്? എന്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ അതിന്. ഏട്ടാ, എന്താ വേദ? കാവ്യയുടെ കല്യാണ കാര്യത്തില് വസന്ത മോശമായിട്ട് സംസാരിച്ചെങ്കിലും അവളുടെ പരാതിയിൽ ഒരു അർത്ഥമില്ലേ ഏട്ടാ? കല്യാണപ്രായം എത്തിയൊരു മകളുടെ വിവാഹം നടക്കാത്തതിലുള്ള വിഷമം വസന്തയ്ക്കുണ്ടാവുമല്ലോ ഏട്ടാ. ഞാനും ഒന്നുകൂടി ആലോചിച്ചപ്പോ എനിക്കും അങ്ങനെ തോന്നിയത് വേദ. നിഹാരികയുടെ ആവനിയുടെയും കല്യാണം ഉടനെ തന്നെ ഉണ്ടാവും. കാവ്യക്കിനിയും ആലോചന പോലും നടക്കുന്നില്ല എന്നുള്ള വിഷമം ഉണ്ടാവും പാവത്തിന്. അവര് പറയുന്നതിലും കാര്യമുണ്ട്. നമുക്കൊന്ന് അവരോട് സംസാരിക്കേട്ടാ. നീ വാ. നമ്മളിത് സംസാരിക്കാൻ വന്നിട്ട് ഒരുപാട് നേരമായി. നിങ്ങൾക്ക് വികാസിനെ കുറിച്ച് ഫുൾ ക്ലാരിറ്റി തന്നതുകൊണ്ട് പോയി എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്യാൻ നോക്കാം. വാ. നിങ്ങളെന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് പിന്നെ അമ്മ, നിങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയില്ലെങ്കിലും ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. അത് പറയാൻ കേട്ടോളൂ. കാവ്യ നമ്മളുടെ കുട്ടിയല്ലേ എന്ന് കരുതി ഞങ്ങൾ കുറച്ച് ഉത്തരവാദിത്വക്കുറവ് കാണിച്ചു എന്നുള്ളത് സത്യം. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് കാവ്യയുടെയും വികാസിന്റെയും കല്യാണം സംസാരിക്കുന്നത് കറക്റ്റാണെന്ന് തോന്നിയിട്ട് വന്നതാ. രണ്ടാളും പുറത്തുനിന്ന് വന്നതിന് ശേഷം ആവനിയോട് ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. വികാസിനോട് ഏതായാലും ആവനി വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ലല്ലോ. എന്നാ കാവ്യക്ക് താല്പര്യമുണ്ട്, അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താന്ന് പറയാം. അയ്യോ, അത് വേണ്ടമ്മേ, ഒട്ടും വേണ്ട. നേരത്തെ ഞങ്ങൾ എന്തോ അറിയാതെ പറഞ്ഞതാ. ഞങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ പിൻവലിച്ചു. അതെ അമ്മേ, എന്തോ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാ. നിങ്ങളത് കാര്യമാക്കണ്ട. അതല്ല മോളെ, ആവനിക്ക് സൗന്ദര്യവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. അവക്ക് ഏതെങ്കിലും നല്ല ആലോചന വന്നോളും. അപ്പോ അതൊന്നും കാവ്യക്കില്ലെന്നാണോ നിങ്ങൾ പറയുന്നേ? അതൊക്കെ ഉണ്ടച്ചാ. നോക്കുമോളെ, പറയുന്നതിന് വേറെ അർത്ഥം കാണരുത്. നിഹാരിക ഞങ്ങളോടെല്ലാം പറഞ്ഞച്ചാ, ആവനിയുടെയും വികാസിന്റെയും കല്യാണം നടത്താം.
10 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യങ്ങള് ഇത്രയും പെട്ടെന്ന് മാറിയോ? നിഹാരിക ഞങ്ങളെ നന്നായി പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അച്ഛാ. എന്താ പറഞ്ഞത് മോളെ? വികാസിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറഞ്ഞു തന്നു മുത്തശ്ശ. സത്യങ്ങളോ? എന്ത് സത്യം? ആ, ആ, അത് സത്യമെന്ന് പറഞ്ഞ വികാസ് ആവനിയെ എത്ര കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തതാണച്ചാ സത്യം.